ഫാമിലി വീക്കിനോടുള്ള ബന്ധത്തിൽ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു ടാസ്ക് പോലെയാണ്. ഇന്ന് അഭിഷേകിന്റെ അച്ഛനും സഹോദരിയും ആ വീട്ടിലേക്ക് എത്തി. ആ സമയത്ത് അഭിഷേകിനെ കുറിച്ച് ചില വാക്കുകൾ പറയുക എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവർക്ക് 10 മിനിറ്റ് നൽകി. ആ സമയത്ത് ആ അച്ഛന് അഭിഷേകിനെ കുറിച്ച് ഓർത്തെടുക്കുവാനുള്ള ഒട്ടുമിക്കവാറും കാര്യങ്ങൾ നല്ലത് മാത്രമായിരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയൊരു കാര്യം ഇതാണ്: അമ്മ എന്ന വികാരം ഇത്രയധികം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ മാതൃദിനത്തിൽ ആ കത്ത് വായിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറമെ ചിരിച്ചു നടക്കുന്ന എൻ്റെ മകനെയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഒന്നും തന്നെ അവൻ പുറമെ പ്രകടിപ്പിക്കാറില്ലായിരുന്നു. എക്സാമിനൊക്കെ കൊണ്ടുപോകുവാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവനോട് ചോദിക്കുമായിരുന്നു, അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ എന്ന്. അപ്പോഴൊന്നും അവൻ കൃത്യമായി മറുപടി പറയാറില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലെ വേദന അവൻ ഇതൊന്നും ഓർക്കുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു. എന്നാൽ മാതൃദിനത്തിൽ അവൻ ഇവിടെ നിന്നുകൊണ്ട് കത്ത് വായിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ അറിയാത്ത ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവനായിരുന്നു എൻ്റെ മോനെന്നും അവൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും അമ്മയ്ക്കൊപ്പമായിരുന്നുവെന്നും. ഒരു ചോദ്യോത്തര വേള പോലെയായിരുന്നു കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഒരു ചോദ്യം ഇങ്ങനെ വന്നു: അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ എന്നുള്ളത്. അതിനുള്ള മറുപടി അതേന്നായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല വഴക്ക് ചില സമയങ്ങളിൽ നടത്താറുണ്ട്. എന്നാൽ അവൻ്റെ ഒരു പ്രത്യേകത, അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അവൻ വീണ്ടും എൻ്റെ അടുക്കൽ വരും. ഒന്നും അറിയാത്തതുപോലെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ വളരെ ഫ്രീ ആയിട്ടും കൂളായിട്ടും അവൻ ഇടപഴകും. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ തലമുറയുടെ പ്രത്യേകത ഇങ്ങനെയാണെന്ന്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരാളിനോട് വഴക്കുണ്ടായാൽ പിന്നെ ജന്മത്തിൽ ഞങ്ങൾ മിണ്ടില്ല. പക്ഷേ ഈ തലമുറ അങ്ങനെയല്ല. ഒത്തിരി നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ശത്രുതാ മനോഭാവങ്ങൾ മനസ്സിൽ വെക്കാതെ നടക്കുക. അതിൽ ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ചില സമയങ്ങൾ ഭയങ്കര അടിയും ബഹളവുമാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും, 100 ദിവസം ഇനി ഈ ആൾക്കാർ തമ്മിൽ എങ്ങനെയായിരിക്കും അവിടെ ഇടപഴകുക, ഇവരൊക്കെ തമ്മിൽ പരസ്പരം സംസാരിക്കാൻ സാധ്യതയുണ്ടോ എന്ന്. എന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാം അവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയും സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഈ സമൂഹം കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ കണ്ടുപഠിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ചിരിച്ച് കൈയടിക്കുന്നുമുണ്ടായിരുന്നു. തുടർന്ന് അഭിഷേകിന്റെ ബാല്യകാലത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അത് കൊച്ചു കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാനായിരുന്നു അവനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുകയും തിരിച്ചു വിളിക്കാനും ഒക്കെ പോകുന്നത്. സ്കൂൾ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക്, ആ മതിൽക്കെട്ടിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇവനെ സ്കൂളിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ച, രാവിലെ സ്കൂളിൽ വന്നിട്ട് വൈകിട്ട് വീട്ടിലെത്തേണ്ട കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാർ എന്നേക്കുമായിട്ട് ജയിലിനകത്തേക്ക് ജയിൽ പുള്ളികൾ കയറിപ്പോകുമ്പോൾ എന്ത് വികാരമാണോ പുറത്തു നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നത്, അതുപോലത്തെ സങ്കടത്തോടും കണ്ണീരോടും കൂടിയൊക്കെയാണ് കയറ്റി അയക്കാറുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം: അമ്മയും അച്ഛനും ഇല്ലാത്ത ഇത്തരത്തിലുള്ള കുറെ കുഞ്ഞുങ്ങൾ ആ സ്കൂളിൻ്റെ അകത്ത് ഒരുപക്ഷെ പഠിക്കുന്നുണ്ടാകും. അവരൊക്കെ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിന് അതൊരു വലിയ സങ്കട കാഴ്ചയാണ്. കാരണം അവർക്ക് ഇങ്ങനെ താലോലിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും അപ്പനോ അമ്മയോ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകാം. അത് പലപ്പോഴും എൻ്റെ മനസ്സിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ സ്നേഹപ്രകടനങ്ങൾ, ഇമോഷൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കാണിക്കുക. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെയൊന്നും കാണിക്കാൻ തയ്യാറാകരുത്. അത് കേട്ടപ്പോൾ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്കും തോന്നി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര ഓമനിച്ച് സ്നേഹത്തോടു കൂടിയൊക്കെയാണ് വളർത്താറുള്ളത്. പക്ഷേ അവരെ സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുവിടുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. എന്നാൽ സ്കൂളിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് നമ്മൾ 4-5 മണിക്കൂർ ക്ലാസ്സിലേക്ക് പോകുന്ന കുഞ്ഞിനെ കണ്ണുനീരോടുകൂടി യാത്ര അയക്കുന്നതൊക്കെ അത്ര സുഖകരമായൊരു കാര്യമല്ല. മാതാപിതാക്കളില്ലാത്ത കുട്ടികൾക്ക് അത് തീർച്ചയായിട്ടും സങ്കടമുളവാക്കും ആ കാഴ്ചകൾ. എന്തായാലും അഭിഷേകിനെ കുറിച്ച് ആ അച്ഛനും പെങ്ങൾക്കും ഓർത്തെടുക്കുവാൻ ഒട്ടനവധി നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം കേട്ട് നിറഞ്ഞ കയ്യടികളോടും പുഞ്ചിരികളോടും കൂടി ആ കൂട്ടത്തിൽ എല്ലാ ആൾക്കാരും അഭിഷേകിനെ ചേർത്ത് നിർത്തുന്ന കാഴ്ച കൂടി പിന്നീട് നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചു. അഭിഷേകിന്റെ അച്ഛന് അഭിമാനമാണ്, ചാരിതാർത്ഥ്യമാണ്. എൻ്റെ മകന്റെ പേരിലാണല്ലോ ഞാനിനി അറിയപ്പെടുവാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും മനോഹരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ലൈവിൽ കാണുവാൻ സാധിച്ചത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.